ഇന്ന് നമുക്കിതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? നല്ല ഹാർട്ട് ഷേപ്പിൽ, അതും ചിക്കൻ കൊണ്ട് ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുക, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സും കൂടാണിത്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ കൂട്ടുകാർ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം. അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാൻ ഒരു സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സവാള ഈ ഒരു സ്നാക്സിന് വേണ്ടി എടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ചേർത്താൽ ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനകത്ത് ഞാൻ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയ ചിക്കനാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് ഒരു 6 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കണം. അപ്പോഴത്തേന് ഈ ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതായത് സോസുകളാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിലുള്ള സോയാ സോസും അതേപോലെ തന്നെ ഒരു വലിയ സ്പൂൺ അളവിലുള്ള ടൊമാറ്റോ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഞാൻ സോസ് ആദ്യം ചേർക്കുന്നതുകൊണ്ടാണ് ചിക്കനകത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. കാരണം ഈ സോസിലൊക്കെ ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിലുള്ള പെപ്പർ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതായത് ഒരല്പമേ ഞാൻ ചേർക്കുന്നുള്ളൂ, ഒത്തിരി ചേർക്കണ്ട. അതായത് സോസിന് ഉപ്പുള്ളത് കൊണ്ട് ഇതിനകത്ത് ഓൾറെഡി അല്പം ഉപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിയില ഇതിന് മസ്റ്റാണ് കേട്ടോ. മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി മാറ്റി വെക്കാം. അപ്പം ഞാൻ ഇതുപോലെ 1/2 കപ്പ് അളവിൽ ഞാൻ അതായത് മൈദയാണ് ഞാൻ കുഴച്ച് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഞാനിതുപോലെ 2 പൂരിയാക്കി പരത്തി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫില്ലിംഗ് എടുത്ത് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരല്പം മയോണൈസ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇത് വെജ് മയോണൈസാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അത് നന്നായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിൽ നിന്നൊരു പൂരി എടുത്തിട്ട് അതിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഈ മിക്സ് അല്പം വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമതിരിക്കുന്ന പൂരി എടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനിതുപോലൊരു കട്ടറാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു കുക്കീസിൻ്റെ കട്ടറാണ്, ഷേപ്പർ. അപ്പോൾ ആ ഷേപ്പർ ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഷേപ്പർ നമുക്ക് കിട്ടും. അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കൈവിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആ മാവുണ്ടല്ലോ, അതിതുപോലെ നമ്മൾ മാറ്റി എടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഇതെല്ലാം എടുത്തൊരു പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് അളവിലുള്ള മൈദയ്ക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേറ്റ് നിറച്ച് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണ നന്നായി ചൂടായി നിൽക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കണ്ടമാനം എണ്ണ കുടിക്കും ഈ സ്നാക്സിനകത്ത്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കി നമുക്ക് എടുത്തു കൊടുക്കാം. ഇതേപോലെ നമുക്ക് എടുത്തു കൊടുക്കാം. അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് ഇതുപോലെ നമുക്ക് എടുത്തു കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതുപോലെ ഓരോന്ന് ഇട്ട്, അതുപോലെ തന്നെ അധികം എണ്ണ ഒഴിക്കാതെ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ 2 3 ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കണമല്ലോ. കണ്ടല്ലോ, മുറിച്ച് നോക്കുമ്പോൾ തന്നെ കണ്ടല്ലോ, ഉൾഭാഗം നല്ല സോഫ്റ്റും അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്നാക്സാണ് കേട്ടോ.
അപ്പോൾ കൂട്ടുകാർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.